കാണാൻ റെഡിയാണോ? ഓക്കേ, എന്നാ പിടിച്ചോ. ഇനി തുറന്ന് നോക്കിയോ. ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. കാരണം ഞാൻ ഇപ്പൊ പറയുമ്പോൾ ടൈം എന്ന് പറയുന്നത് 12:45 ഗായ്സ്. നിങ്ങളടുത്ത് എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ബട്ട് അതിന് മുമ്പ് എനിക്കൊരു പണി വന്നു. അമ്മ പറഞ്ഞു വീട്ടിലെ തെങ്ങിന്ന് തേങ്ങ വീണമെന്ന്. അപ്പൊ ഞാൻ അതൊന്ന് നോക്കിയിട്ട് വരട്ടെ. എവിടെയാണ് നമ്മുടെ തേങ്ങ? ഇതാ കിടക്കണ ഗായ്സ് തേങ്ങ. അയ്യോ, കുലുക്കുണ്ടോ? കുലുക്കുണ്ട്. നല്ല തേങ്ങ ഗൈസ്, നല്ല തേങ്ങ തന്നെ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേനൽ ടൈമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, വെള്ളമാണ്. ഒരു ദിവസം ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഈ ഒരു സംഭവം ഞാൻ ഡെയിലി ഫോളോ ചെയ്യില്ലേ. അതായത് ഒരു ദിവസം ഞാൻ 3 ലിറ്റർ കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങനെ 2 ലിറ്റർ 2.5 ലിറ്റർ ഈ 1 ലിറ്റർ അതിലേക്ക് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത്. പക്ഷേ നമ്മുടെ ഒരു ബോഡിക്ക് മിനിമം 3 ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമാണ്. വേനൽ ടൈമാണ്, വെള്ളത്തിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. വെയിലിന്റെ ഹാർഡ്നെസ് അത്രയും ഉണ്ടല്ലോ. അതോടെ ഞാൻ പുതിയൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഞാൻ 1 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു. അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കണ്ടില്ലേ, ഇതാണ് 1 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ. ഈ ഒരു ബോട്ടിലെ 1 ലിറ്റർ വെള്ളം ഞാൻ രാവിലെ എടുത്തു. ഈ കൃത്യം 10 മണിക്കകത്ത് ഇതിലെ ഒരു ബോട്ടിൽ വെള്ളം തീർത്തിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കുടിക്കേണ്ട വെള്ളമാണ്, പിന്നെ വൈകുന്നേരം കുടിക്കേണ്ട 1 ലിറ്റർ. ഘട്ടമായിട്ട് നമ്മൾ കുടിച്ച് തീർക്കണം ഓരോ ടൈമിനനുസരിച്ച്. ഞാൻ ഇപ്പോൾ ചില സമയം 10-11 മണി കഴിയുമ്പോൾ വീട് ഞാൻ വെള്ളം ഇങ്ങനെ കുടിക്കും. എഡിറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ വെള്ളം ഇങ്ങനെ കുടിക്കും. പാതിയൊക്കെ ചിലപ്പോൾ ഒരു ചലഞ്ച് പോലെ വെച്ച് ഇങ്ങനെ പാതി വെച്ച് കുടിക്കും. അങ്ങനെ ഒരു സിസ്റ്റം പോലെ ക്രിയേറ്റ് ചെയ്യും. ആദ്യത്തെ 1 ലിറ്റർ നമ്മൾ വളരെ വേഗം തീർക്കണം. 10 മണിയാണ് ഞാൻ ടൈം ലിമിറ്റ് വെച്ചിരിക്കുന്നത്. 10 മണിക്കുള്ളിൽ ഈ 1 ലിറ്റർ വെള്ളം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന 2 ലിറ്റർ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഈ 2 ലിറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. സോ നിങ്ങളുടെ വാട്ടർ ഡ്രിങ്കിങ് പ്ലാൻ എന്താണ് താഴെ കമന്റ് ചെയ്യും. അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് എന്റെ ലൈഫിലോട്ട് എനിക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. കമന്റ് ബിലോ ഗൈസ്. പണ്ട് ഞാനൊരു ദോശ ഇട്ട് വിളിച്ചു വരുത്തിയ ബന്ധമാണ് നീയും ഞാനും തമ്മിൽ. അതൊന്നും മറന്നിട്ടില്ലെന്ന് തോന്നണം. ഭാർഗവി എത്ര ലിറ്റർ വെള്ളം കുടിക്കും? ഇത് 1.5 മണിക്കൂറായല്ലോ ഈ തേപ്പ് തുടങ്ങിയിട്ട്. ഇതെങ്ങനെ തീരുവോ? ഇതെന്തൊരു കോൺക്രീറ്റ് കുഴയ്ക്കുമ്പോഴാണ് നാക്കിട്ട് തേക്കണം. മീനും തിന്നിട്ട് പോയി കിടന്നിറങ്ങി. പിന്നെ എത്രയാടാ ടൈം? എത്രയാ? 1:06 അപ്പോഴേ നമ്മളെ ഉണ്ണിക്കുട്ട എക്സാമും കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എക്സാം എങ്ങനെ ഉണ്ടോ? ശേ, നിന്റെ കൂടെ വേറെ 2 പയ്യന്മാരുണ്ടല്ലേ? എവിടെ അവന്മാരെ വിളി? 2 പയ്യന്മാരുണ്ട്. ഞങ്ങളെ പേര് പറ. നിന്റെ ഓക്കെ, പരിചയപ്പെടുത്തടാ. യവൻ സൈലന്റ് ആയിട്ട് അയ്യോ, വലിയ കാര്യമായി പോയി. 1 ലക്ഷം സബ്സ്ക്രൈബ് പ്ലേബട്ടൻ കാണണം. നിങ്ങളെ സബ് ചെയ്തിട്ടുണ്ടോ എന്റെ ചാനലിൽ? എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് കുഴപ്പമില്ല, നമ്മളെ പുതിയ സബ്സ്ക്രൈബറാണ്. ഗായ്സ്, അപ്പോൾ യവന്മാർക്ക് പ്ലേ ബട്ടൺ കാണണമെന്നാണ് പറയണം. പ്ലേ ബട്ടൺ കാണിച്ചു കൊടുക്കല്ലേ. അവന്മാരെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നിന്റെ റിയാക്ഷൻ എടുത്തു. ഓക്കെ ഗായ്സ്, നമ്മുടെ പ്ലേ ബട്ടൺ എന്തായിരിക്കുന്നു കാണിച്ചു തരാം. യെസ്, കേട്ടില്ലേ? ഇനി നമ്മുടെ പയ്യന്മാരെ കൊണ്ടുപോയി സർപ്രൈസ് അല്ല, അവന്മാരെ റിയാക്ഷൻ എന്താണെന്നുള്ള എടുക്കുക. ഓക്കെ, കമോൺ. കണ്ണടച്ചോ. കാണാൻ റെഡിയാണോ? ഓക്കെ, എന്നാ പിടിച്ചോ. ഇനി തുറന്ന് നോക്കിയോ. നിങ്ങൾക്ക് ഗായ്സ്, യവന്മാര് 2 പേരും യൂട്യൂബേഴ്സ് ആണ്. യവന്മാർക്കും ഭാവിയിൽ കിട്ടേണ്ട സംഭവമാണ്. തുറന്ന് പൊളിച്ചടിക്ക് നോക്കിയോ. എടുത്ത് നോക്കിയോടാ, തുറന്ന് നോക്കിയോ. സബ്സ്ക്രൈബേഴ്സിന്റെ ഇത് കൊണ്ടാണ് നമുക്ക് ഇതേ കിട്ടേണ്ടത്, അല്ലാതെ എന്റെ ഒരു കഴിവല്ല. ഇതാണ് പ്ലേ ബട്ടൺ. യൂട്യൂബർ ആഗ്രഹിക്കുന്ന എല്ലാവരും ആദ്യമായിട്ട് നോക്കുന്ന ഒരു സംഭവമാണ്. കൊള്ളാമോ? ഇതേപോലെ വേണ്ട നിങ്ങൾക്ക്? നിങ്ങൾക്ക് വേണ്ട ഇതേപോലെ? അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക്. യൂട്യൂബിന്റെ CEO മാറിയോ നമ്മൾ കേട്ടോ. എപ്പോഴും നീൽ മോഹൻ എന്ന് പറയുന്ന ഇന്ത്യക്കാരനാണ് CEO കേട്ടോ. എന്തോന്ന് പറയടാ. നിന്റെ ചാനലിന്റെ പേര് പറ. ടെക്നോഫിലിപ്സ്. ഓക്കെ, ഫ്ലേവർ ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ആയ? നിങ്ങളും ഇതേപോലെ വാങ്ങണം കേട്ടോ. പിന്നെ നിങ്ങളെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഇപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്ത. അത് കുഴപ്പമില്ല, നമ്മള് പ്രോപ്പർ ഒരു കൺസിസ്റ്റൻസിയിൽ മൊബൈലിലായാലും തുടക്കത്തില് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു പോയത്. പിന്നീട് നിങ്ങൾ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ചെയ്തു പോയി കഴിഞ്ഞ് പിന്നീട് ആകുമ്പോൾ ലെവലാവും. ബൈ. ഓക്കെ, അവന്മാര് ബൈ പറയാൻ പോയാണ്. എല്ലാം പറഞ്ഞല്ലോ. ഓക്കെ ഗൈസ്, നല്ല പയ്യന്മാര് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് പ്ലേ ബട്ടൺ കാണുന്നുള്ള ചെറിയൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അതെടുത്ത് കൊടുത്തത്. അപ്പോൾ അവന്മാർക്ക് ഒത്തിരി സന്തോഷമായത്. എനിക്ക് ഇന്നത്തെ ഒരു ഡേ ആയാലും ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. എന്തായാലും അവരുടെ ആഗ്രഹം ഒരു യൂട്യൂബർ ആവണം എന്നുള്ളതാണെങ്കിൽ അത് അതേപോലെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മുടെ പയ്യന്മാര് വന്നിട്ട് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അവന്മാർ അത് കണ്ട് ഒത്തിരി ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു. കാരണം അവന്മാരെ മുഖത്തെ ഒരു സന്തോഷം, അവന്മാർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവന്മാർ
എല്ലാവരും ഒരു ഹാപ്പിനെസ് ആയി, എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് തോന്നി. മൊത്തത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഗൈസ്. അപ്പൊ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യല്ലേ. ഫോർ ദ ബെസ്റ്റ്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. One idea life. Bye. There's no mercy in this world, just hunger thirsty persons in different versions, each new update that shit worsens. Why?